भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 844 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 21 അധ്യായത്തിൽ 26 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപയുടെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും ഈ അക്ഷര ശബര്യ അനസ്യൂതം നിർവിഘ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ കൊണ്ടുപോകുന്നത്. ഇവിടെ ഭഗവാൻ 26 ശ്ലോകത്തിൽ പറയുന്നു, ഏവം വ്യവസിതം കേചിത് അവിജ്ഞായ കുബുദ്ധയ ഫലശ്രുതിം കുസുമിതാം ന വേദജ്ഞോ വദന്തി. ഏവം വ്യവസിതം അവിജ്ഞായ, ഇപ്രകാരമുള്ള ആന്തരികമായ ആ സിദ്ധാന്തത്തെ അർത്ഥത്തെ അറിയാതെ കേചിത് കുബുദ്ധയ, ചില ബുദ്ധിഹീനർ അല്ലെങ്കിൽ കുബുദ്ധികൾ, കുസുമിതാം ഫലശ്രുതി, പുഷ്പതുല്യമായിരിക്കുന്ന ഫലശ്രുതിയെ വദന്തി, പരമഫലമായിട്ട് പറയുന്നു. വേദജ്ഞാഹ, വേദത്തെ നന്നായി അറിഞ്ഞവർ തഥാ ന വദന്തി, ഒരിക്കലും അങ്ങനെ പറയുകയില്ല. ഭഗവാൻ പറയുകയാണ്. അപ്പോൾ കർമ്മകാണ്ഡത്തെ വ്യാഖ്യാനിച്ച മീമാംസകന്മാര് സ്വർഗാദിഫലങ്ങളെ സാധിപ്പിക്കുന്നതാണ് വേദത്തിൻ്റെ അന്തരാർത്ഥം എന്ന് അവർ വ്യാഖ്യാനിച്ചു. അപ്പം അതിന് ചോദ്യത്തിനായിട്ട് പറയാണ്, വേദാർത്ഥത്തെ അവർ നന്നായി ധരിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ബുദ്ധി കുറഞ്ഞ ചില ആളുകൾ സിദ്ധാന്തത്തെ ധരിക്കാതെ ഫലശ്രുതി കേട്ട് മോഹിക്കണു. ഒരു വൃക്ഷം നട്ട് നനച്ച് വളർത്തുന്ന ഒരാൾ, അയാളുടെ ആഗ്രഹം എന്താ? അയാൾക്ക് അതിൽ നിന്ന് ഫലമുണ്ടാവണം എന്നാണ്. എന്നാൽ ആന്തരികമായ ആഗ്രഹം ഫലാനുഭവമാണെങ്കിലും പുഷ്പം കണ്ട് ആനന്ദിക്കാറുണ്ട്. പക്ഷേ അതാണ് വൃക്ഷത്തിൻ്റെ പ്രയോജനം എന്ന് ഒരിക്കൽ പോലും കരുതാൻ പാടില്ല. അത് വലിയ തെറ്റാണെന്നാണ്. പരമപുരുഷാർത്ഥമറിയാതെ സ്വർഗാദി ഫലപ്രാപ്തിയാകുന്ന പുഷ്പത്തെ കണ്ട് മോഹിക്കണം.
സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ പുഷ്പമെങ്കിൽ പരമമായ ഫലം ആ ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ വേദാർത്ഥത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ വ്യാസാദികളാകുന്ന മഹർഷീശ്വരന്മാര് ഇങ്ങനെ തെറ്റായി പറയുകയാണ് എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കുന്നു ഇത്തരം ആളുകൾ എന്നാണ്. അവരുടെ സിദ്ധാന്തം മോക്ഷം തന്നെയാണ് പരമപുരുഷാർത്ഥം എന്നാണ്. വ്യാസൻ പറയുന്നത്, വേദത്തിലൂടെ പറയുന്നതും അത് തന്നെയാണ്. സ്വർഗാദി ഭോഗങ്ങൾക്കായി കാക്ഷിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്ന് ഭഗവാൻ ഇതാ ഉറപ്പിച്ച് പറയുന്നു. മീമാംസകന്മാരെ അതികഠിനമായിട്ട് ഭഗവാൻ വിമർശിക്കുന്നു. കാമിന കൃപണ ലുബ്ധ പുഷ്പേഷു ഫലബുദ്ധയാ അഗ്നിമുഗ്ധ ധൂമതാന്ത സ്വം ലോകം ന വിദന്തി തേ. കാമിനഃ ആഗ്രഹമുള്ളവരിലും, കൃപണ ദീനന്മാരും, ലുബ്ധ അത്യാശയുള്ളവരും, പുഷ്പേഷു ഫലബുദ്ധയ പുഷ്പങ്ങളിൽ ഫലമെന്ന തെറ്റിദ്ധാരണയുണ്ടായവരും, അഗ്നിമുഗ്ധ അഗ്നിസാധ്യമായ കർമ്മത്തിൽ അഭിനിവേശം കാരണം വിവേകമില്ലാത്തവര്, ധൂമതാന്ത അവസാനത്തിൽ ധൂമമാർഗത്തിൽ പ്രവേശിച്ച് ക്ലേശിക്കുന്നവരും ആയ തേ ആ ജനങ്ങൾ, സ്വം ലോകം അവരുടെ ലോകത്തെ ആത്മതത്വത്തെ ന വിദന്തി അറിയുന്നേയില്ല. വിഷയങ്ങളെ ആഗ്രഹിച്ച് പണിയെടുത്ത് ദുഃഖിക്കുന്നവരും, കിട്ടിയ ഫലത്തിൽ തൃപ്തരാകാതെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നവരും, പുഷ്പങ്ങൾ കണ്ടിട്ട് ഇതാണ് യഥാർത്ഥ ഫലം എന്ന് കരുതി ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരും, സ്വർഗാദി ലോകപ്രാപ്തി പരമപുരുഷാർത്ഥം എന്ന് തെറ്റായി ധരിച്ചവരും, അതിനുവേണ്ടി യാഗങ്ങൾ നടത്തുന്നവരും, അവസാനത്തിൽ ആവർത്തിക്ക് കാരണമായ ധൂമാദിമാർഗങ്ങളിലൂടെ പ്രവേശിച്ച് പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള രീതിയിൽ വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് ശരീരമെടുക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നിരപേക്ഷമായ ആത്മസുഖം ഇതാണ് എന്നറിയണില്ല. ആ സുഖം അറിയാത്തത് കൊണ്ടാണ് മറ്റു പലതുമാണ് സുഖം എന്നവര് തെറ്റായി വിചാരിക്കുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്, നതേ മാമംഗ ജാനന്തി ഹൃദിസ്ഥം യ ഇദം യഥാ ഉഗ്ധശാസ്ത്ര ഹ്യസ്തൃപോ യഥാ നീഹാരചക്ഷുഷ. അംഗ ഹേ പൂജ്യനായിരിക്കുന്ന ഉദ്ധവ, ഉഗ്ധശാസ്ത്ര കർമ്മമാകുന്ന സാധനത്തോടു കൂടിയവരും, അസുതൃപ പ്രാണാദികളെ പോഷിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നവരും ആയ തേ അവർ, നീഹാരചക്ഷുഷ അന്ധകാരത്തിൽ അകപ്പെട്ട കണ്ണുകളോടുകൂടിയവർ, യഥ എന്നതുപോലെ ഹൃദിസ്ഥം മാം ന ജാനന്തി ഹൃദയത്തിലിരിക്കുന്ന എന്നെ അവർ അറിയുന്നില്ല. ഇതം യ യ ഈ ജഗത്ത് യാതൊരുവനാകുന്നുവോ ആ യാതൊരുവനിൽ നിന്നുണ്ടായോ എന്നുള്ളത് അറിയുന്നില്ല. അവര് എന്നെ മനസ്സിലാക്കുന്നില്ല, ആത്മതത്വം അറിയുന്നില്ല. അത് വ്യക്തമായിട്ട് പറയുകയാണ്. ആരെ കൂടാതെ ഈ ലോകമില്ലയോ, ആരിൽ നിന്നാണോ ഈ ലോകമുണ്ടായത്, സകല ഹൃദയങ്ങളിലും ആത്മസ്വരൂപിയായി മിന്നിത്തിളങ്ങുന്ന എന്നെ, ആ ഈശ്വരനെ കർമ്മശ്രദ്ധയോടുകൂടി പ്രാണനെ പോഷിപ്പിക്കുന്ന ആളുകൾ അറിയുന്നില്ല. ഇരുട്ടിലകപ്പെട്ട ആളുകൾക്ക് കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുൻഭാഗത്തുള്ള ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. തൻ്റെ ദേഹവും കുണ്ടും കുഴികളും ഒന്നും കാണാതെ അപകടത്തിൽ ചെന്ന് അകപ്പെടുന്നത് പോലെ കണ്ണുണ്ടെങ്കിലും രാത്രിയിൽ തൻ്റെ സ്ഥാനം കാണാൻ പ്രകാശം ആവശ്യമാണ്. കണ്ണുണ്ട് എന്നുള്ളത് കൊണ്ട് കണ്ണ് കാഴ്ച തരണു എന്നുണ്ടെങ്കിലും കണ്ണിന് കാഴ്ചയ്ക്ക് കാരണമാകുന്ന പ്രകാശമാണ്. ഇതേപോലെ അവിവേകികൾ യഥാർത്ഥമായ ജ്ഞാനത്തെ മനസ്സിലാക്കാതെ, അവർക്ക് വേദത്തിൻ്റെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സജ്ജനങ്ങളാകുന്ന ആ ദീപം പ്രകാശിപ്പിക്കപ്പെടണം. അപ്പോഴേ അവർക്ക് വേണ്ടതുപോലെ കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ദാ പറയുന്നു. തേമേ മതമവിജ്ഞായ പരോക്ഷം വിഷയാത്മക ഹിംസായാം യതി രാഗസ്യാൽ യജ്ഞ ഏവന ചോദന. തേ അവർ വിഷയാത്മകാഹ വിഷയത്തിൽ ആശയുള്ളവരായിട്ട്, പരോക്ഷം മേ മതം
അവിജ്ഞായ സ്പഷ്ടമല്ലാത്തതായ എൻ്റെ അഭിപ്രായത്തെ മനസ്സിലാക്കാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിംസായാം ഹിംസയിൽ രാഗ താല്പര്യം, സ്യാദ് യതി ഉണ്ടെങ്കിൽ യജ്ഞേ ഏവ യാഗത്തിൽ മാത്രം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ചോദനാന പ്രേരണയല്ല എന്ന് പറയുന്നു. എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? എൻ്റെ അസ്പഷ്ടമായ അഭിപ്രായത്തെ ഇവർ മനസ്സിലാക്കുന്നില്ല. വേദസാരത്തെ അറിയാതെ ദേവാദികളെ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് യജിക്കുന്നു. എന്തിനാണ് യാഗം? ഹിംസിക്കണം, മാംസം ഭക്ഷിക്കണം, ശരീരത്തെ ശരീരമാംസം കൊണ്ട് പോഷിപ്പിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഹിംസാവാസനകളെ ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യാഗം. എന്നാൽ നിങ്ങൾ യാഗം ചെയ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ യാഗം ചെയ്യേണ്ടത് ആണ് എന്ന കൽപ്പനാരൂപമായ വിധിയല്ല ഇത് എന്നാണ്. ദോഷകർമ്മത്തെ കുറയ്ക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു ഏർപ്പാട്. ഈ അനുവാദത്തെ പരിസംഖ്യ എന്നാണ് പറയുക. നിത്യനൈമിത്യ കർമ്മങ്ങൾ കാംക്ഷാരഹിതന്മാരും നടത്തണമെന്ന് പറയാറുണ്ട്. അതിനാൽ ആഗ്രഹമില്ലാത്തവർക്കും കർമ്മം വിധിച്ചിട്ടുണ്ടല്ലോ. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതായാലും അത് ഒരുവിധം ഒരർത്ഥത്തിൽ ഒരാഗ്രഹത്തിൻ്റെ വ്യാപാരമാണ്. തീരെ ആഗ്രഹമില്ലെങ്കിലോ കർമ്മമില്ലാതെയാവും. നിത്യനൈമിത്തിക കർമ്മങ്ങൾ നടത്തുന്നത് പിതൃലോകപ്രാപ്തിക്കോ അല്ലെങ്കിൽ അന്ധകരണ ശുദ്ധിക്കോ ആയ ഒരാഗ്രഹമുണ്ട്. നാകാമസ്യ ക്രിയാകാജിൽ ദൃശ്യത്തെ ചേഹകർഹിച്ചിൽ യദ്ധിി കുരുതേ ജന്തുസ്തത് കാമസ്യ ചേഷ്ടിതം. ആഗ്രഹവും അല്പം പോലും ഇല്ലാത്ത ആൾക്ക് ഒന്നും പ്രവർത്തിക്കാണ്ടാവില്ല. എന്ത് പ്രവർത്തിക്കുന്നോ അതൊക്കെ ആഗ്രഹത്തിൻ്റെ വ്യാപാരം തന്നെയാണ് എന്ന് ഇതാ വ്യക്തമായിട്ട് പറഞ്ഞു. ഹിംസ വിഹാര ഹ്യാലബ്ധൈ പശുഭി സ്വസുഖേച്ഛയാ യജന്തേ ദേവതായജ്ഞൈ പിതൃഭൂതപതീൻ ഖല. ആലബ്ധൈ ഹിംസിക്കപ്പെട്ട പശുഭി മൃഗങ്ങളെ കൊണ്ട് സ്വസുഖേച്ഛയാ തങ്ങളുടെ സുഖത്തിൽ താല്പര്യം കാരണം ഹിംസാവിഹാര ഹിംസയിൽ കളിക്കുന്നു, ക്രീഡിക്കുന്നു. ഖലാഹ ദുഷ്ടന്മാർ യജ്ഞൈ യാഗാദികൾ കൊണ്ട് ദേവതാ പിതൃഭൂതപതി ദേവതകളെയും പിതൃദേവന്മാരെയും ഭൂതാധിപന്മാരെയും യജന്തേ ആരാധിക്കുന്നു. അപ്പോൾ പ്രാണിഹിംസ ഒരാൾക്ക് സന്തോഷം തരുന്നുവെങ്കിൽ കരുണയില്ലാതെ അവര് സുഖമനുഭവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പിതൃദേവാദികളെ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് യജിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, സ്വപ്നോപമം ലോകമസന്തം ശ്രവണപ്രിയം ആശിഷോ ഹൃദി സങ്കൽപ്യ ത്യജന്ത്യർത്ഥാൻ യഥാ വണിക്ക്. സ്വപ്നോപമം അസന്തം ശ്രവണപ്രിയം, സ്വപ്നത്തിന് തുല്യമായ പരമാർത്ഥത്തിൽ ഇല്ലാത്തതായ ശ്രവണപ്രിയം കേൾക്കുമ്പോൾ സുഖം എന്ന് തോന്നുന്ന അമും ലോകം ഈ പരലോകത്തെയും ആശിഷ വിഷയസുഖങ്ങളെ ഹൃദി സങ്കല്പ്യ മനസ്സിൽ സങ്കല്പിച്ചിട്ട് യഥാ വണിക്ക് ഒരു കച്ചവടക്കാരൻ എന്നതുപോലെ അർദ്ധാൻ ത്യജന്തി കിട്ടിയ മുതലുകളെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ ഉദ്യാനത്തെയും അപ്സര സ്ത്രീകളെയും ഒക്കെ വർണ്ണിച്ചു കേൾക്കുമ്പോൾ ശ്രവണസുഖമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ സുഖം ഇഹത്തിലും ഐശ്വര്യാദി ലാഭങ്ങളും ഒന്നും ആഗ്രഹിക്കാത്ത ആളുകൾക്ക് പോലും ഈ സ്വപ്നസുഖത്തെ ആഗ്രഹിക്കുന്നവർക്കും തമ്മിൽ ഒട്ടും ഭേദമില്ല. രണ്ടും അജ്ഞാനം കൊണ്ടുണ്ടായതാണ്, ക്ഷണികമാണ്. ഇതിനു വേണ്ടി പ്രയത്നപ്പെട്ട് സമ്പാദിച്ച ധനം യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവിടുന്നു. നോക്കൂ, അതിഭയങ്കരമായ സമുദ്രാദി സ്ഥാനത്തിൽ കൂടി കച്ചവടം ചെയ്ത് കൂടുതൽ മുതൽ കിട്ടാൻ ആഗ്രഹിച്ച് അങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട് അല്ലേ? കയ്യിലുള്ള മുതലും നശിച്ച് രണ്ട് ദിക്കിൽ നിന്നും ഭ്രഷ്ടരായി പോവാൻ സാധ്യതയുണ്ട്. കാരണം യാഗാദി കർമ്മങ്ങൾ ശരിയായി നടത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. വിഘ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നിർവിഘ്നമായി സാധിച്ചാൽ തന്നെ പരലോക സുഖം അത്രയധിക കാലത്തേക്ക് നിൽക്കില്ല. പുണ്യം തീർന്നു കഴിഞ്ഞാൽ അത് നശിക്കും. അപ്പം ഐഹിക സുഖങ്ങൾ വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കണില്ല. എന്നാൽ ആ പാരത്രികമായ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ചത് അതും അധികകാലം
അനുഭവിക്കാൻ സാധിക്കില്ല. രജസത്വതമോ നിഷ്ഠ രജസത്വതമോജുഷ ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ ന തഥൈവ മാം. രജസത്വതമോനിഷ്ഠ, രജസ്, സത്വം, തമസ്, ഈ ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ രജസത്വ തമോജുഷ, രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളുള്ള ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ, ഇന്ദ്ര പ്രമുഖന്മാരായിട്ടുള്ള ദേവാദികളെ അവരെ ഉപാസിക്കുന്നു. മാം തഥാ ഏവ ന, എന്നെ അപ്രകാരം സേവിക്കണില്ല. ഭഗവാൻ എന്താണ്? നിർഗുണ പരബ്രഹ്മമാണ്. രജോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. ഈ 3 ഗുണങ്ങളിൽ ഏതാണോ നമ്മളിൽ അധികരിച്ചു നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ദേവന്മാരെ രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങൾക്ക് അധീനമായി തീർന്ന് ഇന്ദ്രാദിദേവന്മാരെ ഭജിക്കുന്നു. എന്നാൽ ഇന്ദ്രാദിദേവന്മാരും ഭഗവാനെ അവിടുത്തെ അംശം തന്നെയല്ലേ, അവരെ ഭജിക്കുക എന്നുള്ളത് സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി എന്നാണെങ്കിൽ, അങ്ങനെ തുല്യമല്ലേ എന്നാണെങ്കിൽ ഭേദഭാവനയോടുകൂടിയാണ് ഇവിടെ ഭജനം നടക്കുന്നത്. അതുകൊണ്ട് ഗുണാതീതനായിരിക്കുന്ന ഈ സത്വരജമസ്തമോ ഗുണങ്ങൾക്ക് അതീതനായ എന്നെ ഭജിക്കുന്നില്ല. ഗുണാധീനന്മാർ ആ വിധം തന്നെ ഇരിക്കുന്നവരെ ആശ്രയിക്കുന്നതും ഒരു വിധത്തിൽ ന്യായമാണ്. സമാന ഗുണശീലന്മാർക്ക് തമ്മിൽ ചേർച്ചയുണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകൾ നിർഗുണ ഭാവത്തോടു കൂടി ആവണം. ഇഷ്ട്വേഹ ദേവത യജ്ഞൈർഗത്വാ രംസ്യാമഹേ ദിവി തസ്യാന്ത ഇഹ ഭൂയാസ്മ മഹാശാല മഹാകുല. ഇഹ, ഈ ലോകത്തിൽ യജ്ഞൈ ദേവതാഹ ഇഷ്ട്വ, യാഗങ്ങൾ കൊണ്ട് ദേവതകളെ യജിച്ചിട്ട് ദിവി ഗത്വ, സ്വർഗത്തിൽ ചെന്ന് രംസ്യാമഹേ, ഞങ്ങൾ രമിക്കും. തസ്യ അന്തേ, അതിൻ്റെ അവസാനത്തിൽ ഇഹ, ഈ ഭൂലോകത്തിൽ മഹാശാല മഹാകുല, വലിയ വീടുള്ള ആളുകളും ഉന്നത കുലത്തിൽ പിറന്നവരുമായിട്ട് ഞങ്ങൾ മാറും. യാഗം ചെയ്യണു. മനസ്സങ്കല്പം എന്തൊക്കെയാ ഇവിടെ പറയാണ്? ദേവന്മാരെക്കുറിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലമായി സ്വർഗത്തിൽ പോയി അവിടെ കുറേ കാലം ക്രീഡിക്കും. അതിൻ്റെ അവസാനത്തിലോ പിന്നെ ജനനം ഉണ്ടാവില്ല, അപ്പോൾ ഭൂമിയിലേക്ക് വരും. അവിടെ ശ്രേഷ്ഠമായ വംശത്തിൽ വളരെ സമ്പത്തുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ജനിക്കും. ഏവം പുഷ്പിതയാ വാച വാക്ഷിപ്ത മനസാം നൃണാം മാനിനാം ചാതിസ്തബ്ധാനാം മദ്വാർത്താപി ന രോചത്തെ. ഏവം പുഷ്പിതയാ, ഇങ്ങനെ പുഷ്പതുല്യമായ വാച, വേദവാക്കുകൊണ്ട്, വ്യാക്ഷിപ്ത മനസാം, ഇളക്കപ്പെട്ട മനസ്സോടും, മാനിനാം, മാനി എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനിയായിട്ടും, അതിസ്തബ്ധാനാം, വലിയ ഗർവോടുകൂടിയും ഇരിക്കുന്ന മനുഷ്യർക്ക് മദ്വാർത്ത അപി നാരോചത്തെ, എൻ്റെ വർത്തമാനം പോലും അവർക്ക് രുചിക്കില്ല എന്നാണ്. പുഷ്പസദൃശമായ സ്വർഗാദിലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ സിദ്ധിക്കുന്ന ഫലം ഇന്നത് അവർക്ക് ഉണ്ടാവുന്നത് എന്താ? പുഷ്പസദൃശമായ സ്വർഗാദി സുഖത്തെപ്പറ്റി പറയുന്ന വേദവാക്യങ്ങൾ കേട്ട് മനസ്സിളകി ദേഹബുദ്ധി വർദ്ധിച്ച് അഹങ്കരിച്ച് അങ്ങനെയുള്ള ഈ കർമ്മഠന്മാർ എൻ്റെ ചരിത്രത്തെ, ഭഗവാന്റെ ലീലകളെ കേൾക്കണമെന്ന ആഗ്രഹം ഉണ്ടാകണില്ല. അവർക്ക് സ്ഥിരമായ സ്ഥാനം കിട്ടില്ല. ജനന മരണങ്ങൾക്ക് കീഴടങ്ങിയവരായിട്ട് തീരും അവർ എന്ന് ഭഗവാൻ പറയുന്നു. വേദ ബ്രഹ്മാത്മവിഷയാ സ്ത്രീകാണ്ഡവിഷയാ ഇമേ പരോക്ഷവാദാ ഋഷയാ പരോക്ഷം മേ മമ ച പ്രിയം. ത്രികാണ്ഡവിഷയ, 3 കാണ്ഡങ്ങൾ അടങ്ങിയ ഇമേ, ഈ വേദങ്ങൾ, ബ്രഹ്മാത്മവിഷയ, ബ്രഹ്മം തന്നെ ആത്മാവെന്നതിനെ പ്രതിപാദിക്കുന്നതാണ്. ഋഷികൾ പരോക്ഷവാദാഹ, അസ്പഷ്ടമായി പറയുന്നവരാണ്. മമച, എനിക്കും പരോക്ഷം പ്രിയം, അസ്പഷ്ടമായി പറയുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ ഭഗവാൻ പറയുകയാണ്, പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെടുത്തുകയല്ല വേദത്തിൻ്റെ ലക്ഷ്യം, നിവൃത്തിയിൽ പ്രവേശിപ്പിക്കുന്നത് തന്നെയാണ്. കർമ്മകാണ്ഡം, അതേപോലെ ദേവതാകാണ്ഡം, ബ്രഹ്മകാണ്ഡം, ഇങ്ങനെ 3 വിഭാഗങ്ങളുടെ താല്പര്യം ഒന്നാണ്. ബ്രഹ്മചൈതന്യം ഒന്നേ ഉള്ളൂ,
സകല ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്നത് ഭഗവാനാണ്, അന്യമായിട്ട് വേറെ ഒന്നുമില്ല എന്ന് 3 വിഭാഗങ്ങൾ കൊണ്ടും പ്രത്യേകം പ്രത്യേകം പറയുന്നു. അങ്ങനെ സ്പഷ്ടമായി പറയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത് എന്നാണെങ്കിൽ, വിഷയങ്ങളിലുള്ള ആഗ്രഹം നശിക്കാതെ അവിരക്തന്മാർക്ക് ഈ അർത്ഥം അസ്പഷ്ടമാവും. അങ്ങനെ തന്നെ ആവണം. അല്ലെങ്കിൽ അവർ അവിരക്താവസ്ഥയിൽ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു എന്ന് വരും. അത് ദോഷമാണ്. വിരക്തി വന്നിട്ടേ കർമ്മം ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അപ്പം രണ്ടുമില്ലാത്ത, നമ്മൾ പറയാറില്ല ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്ത എത്തിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ വിരക്തന്മാർക്കോ ഈ അർത്ഥം ഒരിക്കലും അസ്പഷ്ടമല്ല. അവർക്ക് വളരെ ഭംഗിയായിട്ടത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് സുവിരക്തന്മാരെയും അവിരക്തന്മാരെയും ഒരേപോലെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷികൾ മന്ത്രങ്ങളെ പലപ്പോഴും സ്പഷ്ടമായും അസ്പഷ്ടമായിട്ടും നിബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വരനായ എനിക്കും ഇഷ്ടം അസ്പഷ്ടമായിട്ട് പറയുന്നത് തന്നെയാണെന്നാണ്. ഇപ്പോൾ 2 കണ്ണാടികളുടെ മുമ്പിൽ ഒരു സാധനം വെച്ച് വെക്കുന്നു. ഒന്ന് മലിനമായിട്ടുള്ള കണ്ണാടിയാണ്, മറ്റൊന്ന് ഒട്ടും തന്നെ ചളിയില്ലാത്തതാണ്. അപ്പം ഇങ്ങനെ ഒരേ വിധത്തിൽ അതിൻ്റെ പ്രതിഫലനം 2 കണ്ണാടിയിലും ഉണ്ടാവണില്ല. അത് അവിടെ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ദോഷമല്ല, ആ 2 കണ്ണാടികളുടെ പ്രത്യേകതയാണ്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് വേണ്ടതുപോലെ ആവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ ഭഗവത് ചൈതന്യത്തിന് ഒരു വ്യത്യാസമില്ല. 2 കണ്ണാടികൾക്കും ഒരേപോലെ അല്ലാത്തതാണ് ഇതിനെ സ്വീകരിക്കാനുള്ള സാമർഥ്യം. ഇതുപോലെ വേദാർത്ഥം ശരിയായി ധരിക്കാത്തത് അന്ധകരണത്തിലുള്ള രാഗാദി മാലിന്യങ്ങൾ കൊണ്ടാണ്. അതിനെ മാറ്റുകയാണ് ആദ്യം വേണ്ടത്. എങ്കിൽ അസ്പഷ്ടമെന്ന് തോന്നുന്നത് വളരെ സുസ്പഷ്ടമായിട്ട് മാറും എന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നു. അങ്ങനെ 35-ാമത്തെ ശ്ലോകത്തോടുകൂടി ഭഗവത്പാദങ്ങളിൽ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.